iFlow Honey Magic Oven powered by Tasty Nibblesലേക്ക് സ്വാഗതം. വ്യത്യസ്തമായ പലതരം ചിക്കൻ്റെ വിഭവങ്ങൾ അല്ലെങ്കിൽ കോഴിയുടെ വിഭവങ്ങൾ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും ആ പട്ടിക നീണ്ടുകൊണ്ടേയിരിക്കുന്നു. അതിനൊരു അവസാനമില്ല. കാരണം നമ്മൾക്ക് എത്ര കാലം നമ്മൾക്ക് ചിക്കൻ കഴിക്കാൻ ഇഷ്ടമാണോ അത്രയും കാലം നമ്മൾക്ക് പല പല വെറൈറ്റീസ് ഓഫ് ചിക്കൻ കറി ആണെങ്കിലും ഫ്രൈ ആണെങ്കിലും എല്ലാം നമ്മൾ തയ്യാറാക്കണം. അപ്പോൾ ഒരു മടുപ്പുണ്ടാക്കാത്ത രീതിയിൽ നമ്മൾ മാറി മാറി പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ നമുക്ക് എന്നും പുതുമയാണ് കോഴിക്കറി അല്ലെങ്കിൽ കോഴി വറുത്തത്. അപ്പോൾ കോഴി കൊണ്ടുള്ള വിഭവങ്ങൾക്ക് യാതൊരു അവസാനവുമില്ല എന്ന് തന്നെ പറയാം. കാര്യം മലയാളിക്ക് കോഴി അത്രയ്ക്ക് ഇഷ്ടമാണ്. കോഴിയിറച്ചി എന്ന് പറഞ്ഞാൽ ഒഴിച്ചുകൂടാൻ വയ്യാത്തൊരു കാര്യമായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ പരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു കോഴി വിഭവം എന്താണെന്ന് അറിയണ്ടേ? അപ്പോൾ ഇതൊരു ചെറിയ സൈസ് കോഴി കൊണ്ട് തയ്യാറാക്കുന്ന ഒരു ഐറ്റമാണ്. ചെറിയ സൈസ് എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് നമ്മളൊരു 1.5 കിലോ എങ്കിലും ഉള്ള കോഴിയാണ് നമ്മൾ കറിക്കോ അല്ലെങ്കിൽ ഒരു ഹോൾ ചിക്കൻ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും അളവ് പറയുന്നത് ഒരു 1.25-1.800 ഒരു കോഴി മേടിച്ചിട്ട് അതിൻ്റെ എന്താ പറയുക തൊലിയെല്ലാം മാറ്റിയെല്ലാം കഴിഞ്ഞ് ക്ലീൻ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 1.5 കിലോളം ഉണ്ടാകും. ഇപ്പം ഞാൻ ചെയ്യുന്ന കോഴിയുടെ ഒരു ഐറ്റം അത്രയൊന്നും വലിപ്പമുള്ള കോഴിയിലല്ല, കുറച്ചുകൂടി ചെറുത്. അപ്പോൾ ഏകദേശം ഒരു 1 kg അല്ലെങ്കിൽ ഒരു 1 കിലോ 1.25 കിലോയ്ക്ക് അകത്തുള്ള കോഴിയോ അല്ലെങ്കിൽ 1 കിലോയ്ക്ക് അകത്തുള്ള കോഴി തന്നെ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ല. ഒരു ക്ലീൻ ചെയ്ത് വരുമ്പോൾ ഒരു 700 ഗ്രാമൊക്കെ മതിയാവും. അപ്പോൾ സ്പ്രിംഗ് ചിക്കൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ചെറിയ കോഴി ഉണ്ട്, കിട്ടുന്നുണ്ട്. അതാണ് ഇതിന് ഏറ്റവും ഐഡിയൽ അല്ലെങ്കിൽ ഏറ്റവും ഉത്തമം. പക്ഷേ നമ്മളുടെ അത്രയും ചെറുതല്ല, സ്പ്രിംഗ് ചിക്കൻ്റെ അത്രയും ചെറുതല്ല എൻ്റെ കയ്യിലിരിക്കുന്ന കോഴി. എങ്കിലും ഇത് 1 കിലോയുടെ അകത്ത് വെയിറ്റുള്ളൊരു കോഴിയാണ്. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ ചെറിയ കോഴി ഒരു 600 ഗ്രാമിൻ്റെയൊക്കെ സ്പ്രിംഗ് ചിക്കൻ എന്ന് പറഞ്ഞിട്ടുള്ള കോഴി കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. നല്ല ക്യൂട്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന പോലെ തന്നെ ഈ മസാലയിൽ നിന്ന് വേണമെങ്കിൽ ഒരു 2 സ്പ്രിംഗ് ചിക്കൻ വേണമെങ്കിൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റും, ചെറുതാണെങ്കിൽ, തീരെ ചെറുതാണെങ്കിൽ. അല്ലെങ്കിൽ കാടക്കോഴിയിലും ഇതേപോലെ തന്നെ ചെയ്യാം. അതാകുമ്പോൾ കുറച്ച് കൂടുതൽ എണ്ണം, ഒരു 4 കാടക്കോഴി വെച്ചിട്ടും ഇതുപോലെയൊക്കെ ചെയ്യാം. എന്തായാലും നമ്മളിപ്പോൾ എന്താ ഇത് കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ കോഴിയെക്കുറിച്ച്. അപ്പോൾ ഇത് ചെയ്യുന്ന ഈ കോഴിയുടെ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഇതിന് ഞാൻ കൊടുത്തിരിക്കുന്ന പേര് ഇത് മല്ലിക്കോഴിയാണ്. അപ്പോൾ മല്ലി ചിക്കൻ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ മല്ലിക്കാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യം. എന്നാൽ വളരെ സ്വാദാണ്, നാടൻ രുചിയാണ്. അപ്പോൾ നമ്മുടെ മല്ലിക്കോഴി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ചെറിയ കോഴി ഏകദേശം 700 ഗ്രാം തൂക്കമുള്ളത്, തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയെടുത്തത്, മുഴുവനായിട്ട് വരഞ്ഞെടുക്കുക. മസാലയ്ക്ക് വേണ്ട ചേരുവകൾ: മുഴുവൻ മല്ലി 2 ടേബിൾ സ്പൂൺ, പെരിഞ്ചീരകം 1.5 ടീസ്പൂൺ, നല്ല ജീരകം 1/4 ടീസ്പൂൺ, പച്ചമുളക് 8 എണ്ണം, ഇഞ്ചി 1 ചതുര കഷ്ണം, വെളുത്തുള്ളി 6 വലിയ അല്ലി. ഇനി മറ്റു ചേരുവകൾ: സവാള 2 എണ്ണം നീളത്തിലുള്ള കഷ്ണങ്ങളായി മുറിച്ചത്, ടൊമാറ്റോ 1 എണ്ണം നീളത്തിലുള്ള കഷ്ണങ്ങളായി മുറിച്ചത്, പട്ട 1 വലിയ കഷ്ണം, ഗ്രാമ്പൂ 4-5, ഏലക്ക 4-5, കുരുമുളക് 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, എണ്ണ 3 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, മല്ലിയില അരിഞ്ഞത് 1/2 കപ്പ്, കറിവേപ്പില ആവശ്യത്തിന്. അപ്പം നമ്മൾക്കിനി നമ്മുടെ മല്ലിക്കോഴി തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ട ചേരുവകളെല്ലാം ഇവിടെ റെഡിയാണ്. ഇനി അത് എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മളൊരു മസാല റെഡിയാക്കണം. കോഴി ഇവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഈ മീനൊക്കെ വരയുന്ന പോലെ ഒന്ന് വരഞ്ഞു വയ്ക്കുക. അകമെല്ലാം ക്ലീൻ ചെയ്തെടുക്കുക. ഇനി മസാലയ്ക്ക് വേണ്ട കാര്യങ്ങൾ. ഇത് മല്ലിക്കോഴി ആയതുകൊണ്ട് തന്നെ മല്ലിക്ക് കൂടുതൽ പ്രാധാന്യം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മുഴുവനേ ഉള്ള മല്ലി, ഇത് പൊടിയല്ല, ഇത് പച്ചമല്ലി, അതെടുക്കുന്നു. അതിനോടൊപ്പം പിന്നെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് നമ്മൾ പെരിഞ്ചീരകം ഏതാണ്ട് ഒരു 1.5 ടീസ്പൂൺ ഞാനിവിടെ അളന്ന് വെച്ചിട്ടുണ്ട്. 1.5 ടീസ്പൂൺ പെരിഞ്ചീരകം. പിന്നെന്താ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകവും ഞാൻ അളന്നതാണ്, 1/4 ടീസ്പൂൺ. ഇനി ലാസ്റ്റ് 1 ടേബിൾ സ്പൂൺ മുഴുവൻ കുരുമുളക്, അതും കൂടി ചേർക്കുക. അതും ഞാൻ അളന്ന് വെച്ചിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ മുഴുവൻ കുരുമുളക്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ഒന്നിച്ചാക്കിയിട്ടാണ് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ചൂട് കട്ടിയുള്ള പാത്രം വെച്ച് അതൊന്ന് ചൂടായി. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 4 കാര്യങ്ങൾ: മുഴുവൻ മല്ലി 2 ടേബിൾ സ്പൂൺ, പെരിഞ്ചീരകം 1.5 ടീസ്പൂൺ, 1 ടേബിൾ സ്പൂൺ കുരുമുളകും, ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം. ഇനി ഇതൊന്ന് വറുക്കുക. ഇതിനാണ് നമ്മൾ ഡ്രൈ റോസ്റ്റിംഗ് എന്ന് പറയുന്നത്. എണ്ണയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഇളക്കി മൂപ്പിക്കും. ഇപ്പോൾ പാകത്തിന് മൂത്ത് കഴിഞ്ഞു. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. മല്ലിയും പെരിഞ്ചീരകവും ജീരകവും ഒക്കെ മൂക്കുന്നൊരു മണം. ആഹാ, നല്ല മണം. ഇനി ഇതിൻ്റെ കൂടെയാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചേർത്ത് അരയ്ക്കാൻ പോകുന്നത്. ഇനി ഇതിൻ്റെ കൂടെ ഇഞ്ചി 1 സ്ക്വയർ പീസ്, വെളുത്തുള്ളി ഒരു 6 വലിയ അല്ലി, പിന്നെ ഒരു 8 പച്ചമുളക്, ഏതാണ്ട് ഒരു 8 പച്ചമുളക്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുക. ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട്
ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു കുഴമ്പ് രൂപത്തിൽ പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഒരു തരിതരിപ്പായി മഷി പോലെയെന്ന് പറയാം, എങ്കിലും ഒരു ചെറിയൊരു തരിതരിപ്പ് ഉണ്ടാകും. ആ രീതിയിൽ നമുക്കൊരു പേസ്റ്റ് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ചിട്ട് ഞാൻ തിരിച്ചു വരും. അതുവരെ വെയിറ്റ് ചെയ്യുക. ഒരു ഷോർട്ട് മാജിക് ബ്രേക്ക്. അപ്പം നമ്മളുടെ മസാല പേസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമ്മളുടെ മല്ലിക്കോഴിക്ക് വേണ്ട മസാല, വേറെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. മല്ലി കൂടുതൽ, മുഴുവൻ മല്ലി, പിന്നെ കുരുമുളക്, പിന്നെ അതിനോടൊപ്പം പെരുംജീരകം, സാദാ ജീരകം, നല്ല ജീരകം. അപ്പോൾ പെരുംജീരകം 1.5 ടീസ്പൂണാണ്, അല്ലാണ്ട് നമ്മൾ സാധാരണ ജീരകം 1/4 ടീസ്പൂൺ ചേർത്തു. ഇനി ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ വരെ ആകാം, 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ ആകാം. ഇച്ചിരി എണ്ണ കൂടിയാലും കുഴപ്പമില്ല. അപ്പോൾ എണ്ണ ചൂടായി തുടങ്ങുമ്പോൾ ആദ്യം എന്താണ്, പട്ട ഒരു കഷ്ണം പട്ട പൊട്ടിച്ചിടാം. അതിനോടൊപ്പം ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനാണ്. 3, 4, 5 ആയാലും കുഴപ്പമൊന്നുമില്ല. ഏലക്ക പിന്നെ വേണ്ടത്, അതുപോലെ 3, 4, 5 ഗ്രാമ്പു. ഇതെല്ലാം മുഴുവനെയാണ് ഇടുന്ന, പൊടിയായിട്ടല്ല, ഹോൾ സ്പൈസസ്. 5 എന്നുള്ളത് 6 ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചെറുതായി മൂത്ത് ഒരു നല്ലൊരു മസാലയുടെ മണം വരണം, ഒരു ചെറിയൊരു ഫ്ലേവർ, എന്താ പറയുക, സ്പൈസസിൻ്റെ മണം വന്ന് തുടങ്ങുമ്പോൾ അതിലേക്ക് നമ്മൾ ഘനം കുറച്ച് നീളത്തിലരിഞ്ഞ് സവാള, ഇത് 2 വലിയ സവാള, അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ ഒരു 4, 5 എടുക്കുക, മീഡിയം സൈസ് ആണെങ്കിൽ ഒരു 3 എണ്ണം ഘനം കുറച്ച് നീളത്തിൽ, ഒത്തിരി വലുതാണെങ്കിൽ ഹാഫ് സ്ലൈസസ് ആയിട്ട് മുറിക്കുക. ഇപ്പോൾ മസാല മൂത്തൊരു മണം വന്നു തുടങ്ങി. പട്ടയും ഗ്രാമ്പൂവും ഏലക്കയില, സവാള. ഇനി സവാളയുടെ നിറം ഒന്ന് മാറണം, ഒരു ലൈറ്റ് ബ്രൗൺ കളറാവാൻ തുടങ്ങണം. അതുവരെ നമ്മളിങ്ങനെ ഈ എണ്ണയിലിട്ട് വഴറ്റുക. അത് കഴിഞ്ഞിട്ടാണ് വേറെ കുറച്ച് കാര്യങ്ങൾ. ഈ മസാലയൊക്കെ റെഡി ആയിരിക്കുവാണല്ലോ, അരപ്പ്, അത് നമുക്ക് അത് കഴിഞ്ഞിട്ട് ചേർക്കാം. എന്തായാലും സവാളയുടെ നിറവും കൂടി ഒന്ന് മാറട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ സവാളയുടെ നിറം ഒരു ബ്രൗൺ ആയി തുടങ്ങുന്നു. അപ്പോൾ കളർ മാറി, ഒരു ബ്രൗൺ ആയി. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല പേസ്റ്റ്, മുഴുവൻ മല്ലി, കുരുമുളക്, നല്ല ജീരകം 1/4 ടീസ്പൂൺ, പെരുംജീരകം 1.5 ടീസ്പൂൺ, 2 വലിയ ടേബിൾ സ്പൂൺ മല്ലി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 6 അല്ലി വെളുത്തുള്ളി, 8 പച്ചമുളക്, ഇതെല്ലാം കൂടി ചേർത്ത് അരച്ചതാണ് മസാല പേസ്റ്റ്. അപ്പോൾ ഈ മസാലയുടെ ഒരു പച്ചച്ചുവ മാറണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വഴറ്റുന്നത്. അപ്പോൾ മസാല ഇങ്ങനെ ഡ്രൈ ആയി അതായത് വെള്ളം വറ്റി വരുമ്പോൾ ഇച്ചിരി വെള്ളം വീണ്ടും ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി ഒന്ന് മൂപ്പിക്കണം. ഒരുപാട് വെള്ളം ഒന്നിച്ചൊഴിക്കരുത്, കുറേശ്ശെ ഒഴിച്ചിട്ട് ആ വെള്ളവും വറ്റി ഇതിങ്ങനെ മൂക്കണം. ഇതിനോടൊപ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇപ്പോൾ അതിലെ വെള്ളം വറ്റി തുടങ്ങുന്നു. മസാല എന്നാൽ പാകത്തിന് നമ്മളുടെ ഒരു ആവശ്യത്തിനനുസരിച്ചിട്ട് മൂത്തിട്ടില്ല. അപ്പോൾ ഇച്ചിരി വെള്ളം കൂടി ഒഴിക്കണം, പക്ഷെ ഒന്നിച്ചൊഴിക്കരുത്, കുറേശ്ശെ വെള്ളം. വീണ്ടും വഴറ്റുക. അപ്പോൾ വീണ്ടും മൂക്കും, വെള്ളം വറ്റും. അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് വെള്ളം, അങ്ങനെ ഒരു 1/2 കപ്പ് വെള്ളം എടുത്ത് വെച്ച് വയ്ക്കുക. കുറേശ്ശെ ഒഴിച്ച് അതും വറ്റി വീണ്ടും നമ്മളുടെ മസാല മൂക്കണം. നല്ല മണം വന്ന് തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും വെള്ളം വറ്റി മസാല മൂക്കുന്നു. ഇനി ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. അടിക്ക് പിടിക്കൊന്നുമില്ല, നമ്മളിപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങളല്ലേ ചെയ്യുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ നല്ല ചീനിച്ചട്ടിയിലോ മറ്റേ എന്താ പറയുക ഇരുമ്പിൻ്റെ ചട്ടിയിലോ ഒക്കെ അല്ലേ ചെയ്യുന്നത്. അപ്പോൾ അത് വേറൊരു രുചിയാണ്, ഇത് മറ്റൊരു രീതി. വീണ്ടും ഡ്രൈ ആയി വരുന്നു. വീണ്ടും ഇച്ചിരി വെള്ളം. അപ്പോൾ മസാല നന്നായിട്ട് മൊരിഞ്ഞ് മൂത്ത് നല്ലൊരു മണം വരണം, നല്ല മൂത്ത ഒരു മണം. അതുവരെയാണ് നമ്മളിങ്ങനെ വഴറ്റുന്നത്. ഇപ്പം മസാല നല്ല മൂത്ത മണം വന്നു തുടങ്ങി. അപ്പോൾ ഇത്രയൊക്കെ ചെയ്യുമ്പോഴാണ് അത് നല്ല മണം വരുന്നത്. അപ്പോൾ കുറേശ്ശെ അപ്പോൾ ആദ്യം നമ്മളെന്താ പറയുക, അതിനകത്ത് ആ അരച്ചെടുത്ത അരപ്പും അതിൻ്റെ കൂടെയുള്ള വെള്ളം കൂടി ചേർന്ന് ഇങ്ങനെ വഴറ്റി ഒന്ന് മൂപ്പിക്കുമ്പോൾ ഒരു ഫസ്റ്റ് മൂക്കലേ ആകുന്നുള്ളൂ. ആ സമയത്ത് ഇത്രയും നല്ലൊരു മണമൊന്നും വരില്ല. ഒരു ചെറിയൊരു പച്ചച്ചോ മാറി നമുക്കൊരു തോന്നലുണ്ടാവും, പക്ഷേ ശരിക്കും അത് അത്രയും പച്ചച്ചോ മാറിയിട്ടുണ്ടാവില്ല, അത്രത്തോളം മൂത്തിട്ടുണ്ടാവില്ല, ഒരു ചെറുതായി ഒന്ന് വാടിയിട്ടേ ഉണ്ടാവുള്ളൂ. പക്ഷെ വീണ്ടും കുറേശ്ശെ വെള്ളം ഒഴിച്ചിങ്ങനെ വഴറ്റുമ്പോൾ അരപ്പ് വീണ്ടും മൂക്കുകയാണ്. അതതിന് കൂടുതൽ സ്വാദ് കൊടുക്കും. അതാണ് നമുക്ക് വേണ്ടത്. അത് സാധാരണ നമ്മൾ ചെയ്യുന്നൊരു പ്രോസസ്സ് അല്ല അത്. സാധാരണ നമ്മളൊരു പ്രാവശ്യം ഇങ്ങനെ വഴറ്റി അതിൻ്റെ ആ പച്ചച്ചുവ ജസ്റ്റ് ഒന്ന് മാറിയാൽ അടുത്ത കാര്യം നമ്മൾ ചേർക്കും. പക്ഷേ ഈ ഒരു
വിഭവത്തിന് ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന രീതി വേറെയാണ്. കുറച്ചുകൂടി നമ്മുടെ അരപ്പിനെ ഒന്ന് മൂപ്പിക്കാനുള്ളൊരു ശ്രമമാണ്. ഇപ്പോൾ നമ്മളൊരു സാധാരണ ചീനച്ചട്ടിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ അടുക്കി പിടിച്ച് തുടങ്ങുന്ന ഒരു പാകമാവും. അപ്പോൾ നമ്മൾ വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ച് വീണ്ടും ഇളക്കി വീണ്ടും അടുക്കി പിടിക്കുന്നൊരു സ്റ്റേജ് ആകുമ്പോൾ വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ച് വീണ്ടും ഇളക്കി അങ്ങനെയാണ് ടൈറ്റാക്കി മൂപ്പിച്ചെടുക്കേണ്ടത്. നോൺ സ്റ്റിക്കിൽ പിന്നെ അടുക്കി പിടിക്കുന്ന പരിപാടിയില്ല. എന്തായാലും മസാല നല്ലതായിട്ടൊന്ന് മൂക്കട്ടെ, നല്ല മണം വരണം. ഇപ്പം നല്ല മണം വന്ന് തുടങ്ങി. ഇനി ഇത് കുറച്ചുകൂടി മണം ബാക്കിയുണ്ട്, അതും കൂടി വരട്ടെ. ഇനി നമുക്കൊരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പ് അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ആവശ്യമാണ്. എത്ര ഉപ്പ് വേണം, ചിലർക്ക് നല്ല ഉപ്പ് വേണം, ചിലർക്ക് അത്ര വേണ്ട. അപ്പം അത് നോക്കിയിട്ട് ഉപ്പ് ചേർക്കുക. മസാല പിന്നെയും മൂക്കുന്ന മണം വരുന്നു. നല്ല മണമൊക്കെ വന്നു തുടങ്ങി. അപ്പം നല്ല മൂത്തൊരു മണം വന്നു തുടങ്ങി. അപ്പം നന്നായിട്ട് മൊരിയട്ടെ. ഈ ഒരല്പസമയം കൂടി കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കുന്ന പരിപാടി തീർന്നു. ഇനി അതൊന്നും കൂടി ഒന്ന് മൂത്താൽ മാത്രം മതി. അപ്പോൾ കളർ തന്നെ കുറച്ചുകൂടി ഒന്ന് മാറിയിട്ടുണ്ട്. ഒരു ലൈറ്റ് ബ്രൗൺ കളറായിരുന്ന കുറച്ചുകൂടി ഡാർക്കറായിട്ടുള്ളൊരു ആ മഞ്ഞയുടെ നിറം കംപ്ലീറ്റ് പോയി. ആ മഞ്ഞ ഒരു യെല്ലോയിഷ് ബ്രൗൺ ആയിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ട് ഒരു കുറച്ചുകൂടെ ഇരുണ്ട ഒരു കളറിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ അത്രത്തോളം മൂപ്പിച്ച് കഴിഞ്ഞു അരപ്പ്. ഇനി ഇതിലേക്ക് നമ്മൾ ടൊമാറ്റോ, ഒരു വലിയ ടൊമാറ്റോ അല്ലെങ്കിൽ ഒരു 2 ചെറിയ ടൊമാറ്റോ നീളത്തിലുള്ള കഷ്ണങ്ങളായിരുന്നു ചേർക്കുക. അപ്പോൾ ഉപ്പ് ചേർത്ത് കഴിഞ്ഞു. ടൊമാറ്റോ ചേർത്ത് ഒരു 2 മിനിറ്റ് തന്നെ വേണ്ട, 1 മിനിറ്റ് ഇങ്ങനെ വഴറ്റുക. അത് കഴിഞ്ഞാൽ നമ്മുടെ കോഴി മുഴുവനെയാണ് വെക്കുന്നത്. ഇതെല്ലാം വരഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുഴുവനുള്ള കോഴി എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് കോഴിയുടെ അകത്തും പുറത്തും ഒക്കെ നമ്മുടെ മസാല നിറയ്ക്കുക. കോഴിയിൽ എന്തായാലും വെള്ളം ഉണ്ടല്ലോ, അതൊക്കെ ഇനി ഇറങ്ങി വരും. ഇനി എന്താ ചെയ്യണ്ടേ? ഇനി നമ്മൾ ഈ അടുപ്പിൽ നിന്നും ഈ പാത്രം മാറ്റിയിട്ട് കുക്കർ അടുപ്പിലേക്ക് വയ്ക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കിയ കൂട്ട് അപ്പം മസാലയോടുകൂടി നമ്മുടെ ഹോൾ ചിക്കൻ, മുഴുവൻ ചിക്കൻ അടുപ്പിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഇനി ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ചിക്കനിൽ നിന്ന് എന്തായാലും വെള്ളം ഇറങ്ങും, എങ്കിലും ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ്, 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ഒന്നും ചെയ്യാനില്ല. പാത്രം ഒന്ന് അടയ്ക്കുക. കുക്കർ അടയ്ക്കുന്നു. 2 വിസിൽ. ഫസ്റ്റ് വിസിൽ നല്ല തീയിലാണെങ്കിൽ തീ അല്പം കുറച്ച് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വിസിലും കൂടി കേൾപ്പിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു വിസിലാണെങ്കിൽ ആദ്യം തൊട്ടേ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിൽ. അപ്പോൾ നമ്മളെന്തായാലും ഇപ്പോൾ ഫുൾ ഫ്ലെയിമിലാണ്. ഫസ്റ്റ് വിസിൽ കേൾക്കട്ടെ. അത് കഴിഞ്ഞിട്ട് അല്പം തീ കുറച്ചിട്ട് സെക്കൻഡ് വിസിൽ വന്നു കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യും. നമ്മുടെ കോഴി റെഡിയാകും. അപ്പോൾ വെയിറ്റ് ചെയ്യുക. ഒരു ഷോർട്ട് മാജിക് ബ്രേക്ക്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ 2 വിസിൽ കേട്ട് കഴിഞ്ഞു. കുറച്ച് നേരം ഞാൻ ഓഫ് ചെയ്തിട്ടു. ഇനി നമുക്കിനി തുറക്കാം. എന്നിട്ട് നല്ല കുറുകി ഇങ്ങനെ ചാറിങ്ങനെ പൊതിഞ്ഞൊരു പാകത്തിനായിട്ടുണ്ട്. നല്ലൊരു മണം. അപ്പോൾ ഇനി വീണ്ടും നമ്മളൊരു ചെറിയ തീയിൽ അല്പം സമയം കൂടി ഇട്ടേക്കാം. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുകയാണെങ്കിൽ, ഇനി ഒരു പക്ഷേ ചാറ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഒരല്പം നേരം തുറന്നിട്ടിട്ട് വീണ്ടും തിളപ്പിക്കുക. ചാറ് ആവശ്യത്തിന് കുറുകുന്നവരെ. എന്നിട്ട് ഇതിൽ പൊതിഞ്ഞിരിക്കുന്നൊരു പാകമായിരിക്കും ഏറ്റവും നല്ലത്. ഇത് ഏതാണ്ട് നല്ല തിക്കായിട്ടുള്ളൊരു പേസ്റ്റ് പോലെ അതിൻ്റെ അരപ്പായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ധാരാളമായിട്ട് ഇടാൻ വേണമെങ്കിൽ ഒരു കപ്പ് വരെ വേണമെങ്കിലും ഇടാം. 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ ഇടാം. കാര്യം ഇത് മല്ലിക്കോഴിയല്ലേ, അപ്പോൾ മുഴുവൻ മല്ലിയും ചേർക്കാം, ധാരാളം മല്ലിയിലയും ചേർക്കാം. അപ്പം നമ്മുടെ പാകത്തിനായിട്ടുണ്ട് കാര്യങ്ങളെല്ലാം. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മളുടെ മല്ലിക്കോഴി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഒരു ഹോൾ ചിക്കനാണ് ഇത്. ചെറിയ സ്പ്രിങ് ചിക്കനിൽ ചെയ്താൽ ഏറ്റവും നല്ലതായിരിക്കും. അതായത് ഒരു 600 ഗ്രാമിൻ്റെയൊക്കെ കോഴിയാണെങ്കിൽ ഇതാണ് ഏറ്റവും നല്ലത്. ഇത് കഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ അരപ്പോടുകൂടി ഓരോ ഭാഗം അങ്ങോട്ട് ഓരോരുത്തർക്ക് എടുക്കാം. കുറച്ചുകൂടി ചെറിയ കോഴിയാണെങ്കിൽ ഒരു ഹോൾ കോഴി തന്നെ ഒരാൾക്ക് കഴിക്കാം, ഒരു മുഴുവൻ കോഴിയും കഴിക്കാം. ഇതിനോടൊപ്പം എന്ത് വേണമെങ്കിലും കഴിക്കാമല്ലോ. ചപ്പാത്തി, പൊറാട്ടാസ്, പിന്നെന്താ ബ്രെഡ്, എന്ത് വേണമെങ്കിലും ആകാം. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും.